കോന്നി അടവി കുട്ടവഞ്ചി സഞ്ചാര കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. അവിടെ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവർ ഈ കുട്ടവഞ്ചി സവാരിക്കായി അവിടേക്ക് എത്താറുണ്ട്. വനംവകുപ്പിന് ഇപ്പോൾ അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് തന്നെ നല്ല വരുമാനവും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടവഞ്ചി സവാരിയും അവിടുത്തെ കാഴ്ചകളും കണ്ടതിന് ശേഷം തിരിച്ചെത്താം. കല്ലാറിന്റെ ഓളപ്പരപ്പിലൂടെയുള്ള കുട്ടവഞ്ചി സവാരി ആരെയും ആകർഷിക്കുന്നതാണ്. പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിച്ചുള്ള യാത്രയാണ് സഞ്ചാരികളെ ഇവിടേക്ക് എത്തിക്കുന്നത്. സ്വദേശികളും വിദേശികളുമായ നിരവധി സഞ്ചാരികളാണ് ഓരോ ദിവസവും കുട്ടവഞ്ചി സവാരിക്കായി എത്തുന്നത്. കാടിന്റെ ഭംഗി ആസ്വദിച്ചുള്ള കുട്ടവഞ്ചി സവാരി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭവമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെയും സവാരിക്കിടയിൽ അടുത്ത് കാണാൻ കഴിയും. സവാരി നല്ലതായിരുന്നു. വെള്ളത്തിൽ കൂടെയുള്ള നല്ലൊരു രസമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ എപ്പോഴും വരും. 4 പേരടങ്ങുന്ന കുട്ടവഞ്ചി സവാരിക്ക് 600 രൂപയാണ് നൽകേണ്ടത്. അവധി ദിവസങ്ങളിൽ ആണ് സഞ്ചാരികൾ കൂടുതലായി ഇങ്ങോട്ടെത്തുന്നത്. ഇവിടുത്തെ റോഡും പിന്നെ ഈ ലാൻഡ്സ്കേപ്പും എല്ലാം നമ്മൾ ഒരു വനത്തിൽ പോകുന്ന അതേ പ്രതീതിയാണ്. അപ്പം ചിലപ്പോൾ നമ്മൾ സിറ്റി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളും നമ്മൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യും. ഇവിടെ അതിനുള്ള ഒരു ട്രാങ്ക്വിലിറ്റി ഉണ്ട്. പിന്നെ പറയുവാണെങ്കിൽ ഈ പ്രദേശത്തിലുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടെന്ന് അറിയില്ല. സുരക്ഷിതമായ യാത്രയാണ് സവാരി കേന്ദ്രത്തിൽ വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കോന്നി ആനക്കൂട്ടിലെത്തുന്ന സഞ്ചാരികളാണ് കുട്ടവഞ്ചി സവാരിക്കായി കൂടുതലും എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. അപ്പോൾ വനത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് യാത്ര നടത്താൻ പറ്റുന്ന ഒരിടമാണ് ഈ കോന്നിയിലെ കുട്ടവഞ്ചി സവാരി കേന്ദ്രം. 600 രൂപ, 4 പേര് പോകുമ്പോൾ 600 രൂപ ആണ് ചെലവ് വരിക. പക്ഷേ സുരക്ഷിതമായി നമുക്ക് വനമൊക്കെ കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ കുട്ടവഞ്ചി സവാരി നടത്തി തിരിച്ചെത്താം എന്നതാണ് അവിടുത്തെ പ്രത്യേകത. എന്തായാലും കുറേ അധികം പേർ ഇപ്പോൾ കൂടുതലായി അവിടേക്ക് എത്തുന്നുണ്ട് എന്നൊരു സാഹചര്യം കൂടിയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. സുരക്ഷിതമായ സമയവും സന്ദർഭവും നോക്കി പ്രേക്ഷകർക്ക് ഒരു ദിവസം ചെലവഴിക്കാൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരിടമാണ് അത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമുക്ക്